നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കറിയാം, നമ്മൾ ഇന്ന് ഗൂഗിൾ പേ, ഫോൺ പേ, അതായത് UPI ട്രാൻസാക്ഷനാണ് ഏറ്റവും കൂടുതൽ ചെയ്യുന്നത്. ഒരു മുട്ടായി മേടിക്കണമെങ്കിൽ പോലും നമ്മളിപ്പോൾ ഗൂഗിൾ പേ അല്ലെങ്കിൽ ഫോൺ പേ ആണ് യൂസ് ചെയ്യാറ്. കാരണം ചില്ലറ കൈക്കൊണ്ട് നടക്കേണ്ട ആവശ്യമില്ല. KSRTC ടിക്കറ്റ് എടുക്കുന്നതിന് പോലും ഇപ്പോൾ ഗൂഗിൾ പേ സൗകര്യം ലഭ്യമാണ്. അപ്പോൾ നമുക്കറിയാം, UPI ID നമുക്ക് നമ്മളുടെ ഫോൺ നമ്പർ വെച്ചിട്ടാണ് മിക്ക UPI IDയും വർക്ക് ചെയ്യുന്നത്. അതായത് ഇപ്പം ഞാൻ ഒരു വ്യക്തിക്ക് പണം അയക്കുന്നു, അപ്പോൾ എൻ്റെ ഫോൺ നമ്പറിൻ്റെ അവസാനം OKSBI അല്ലെങ്കിൽ @APL @Paytm, അത് ഓരോ UPI ആപ്ലിക്കേഷൻ്റെ ആണ്. ഗൂഗിൾ പേ, ഇതിപ്പം ആമസോൺ പേ, അതോടൊപ്പം Paytm, ഇങ്ങനെ ഇതിനകത്തിൽ ഇനിയിപ്പം ഒരുപാട് ആപ്ലിക്കേഷൻ വേറെ ഉണ്ട്. ഫോൺ പേ ഉണ്ട്, അതോടൊപ്പം സൂപ്പർ മണി ഉണ്ട്, പിന്നെ ഒരുപാട് തേർഡ് പാർട്ടി ഒരുപാട് UPI ആപ്ലിക്കേഷൻ ഉണ്ട്. അപ്പോൾ ഏത് UPI ആപ്ലിക്കേഷൻ ഉപയോഗിച്ചാലും നമ്മുടെ ഫോൺ നമ്പർ വന്നതിന് ശേഷമാണ് നമുക്ക് ഇങ്ങനെ അവരുടെ UPI ആപ്ലിക്കേഷൻ്റെ @APL ഇങ്ങനെ ഒരു സംഭവം വരുന്നത്. അപ്പോൾ ഇങ്ങനെ വരുന്നത് കൊണ്ട് നമ്മളുടെ ഫോൺ നമ്പർ, ഇപ്പോൾ ഞാനൊരു ചെറിയ പേയ്മെൻറ്റിന് പോലും പണം അയക്കുമ്പോൾ എൻ്റെ ഫോൺ നമ്പർ അടക്കമാണ് അപ്പുറത്തുള്ള വ്യക്തിക്ക് കിട്ടുന്നത്. അതേപോലെയാണ് തിരിച്ചും. നമുക്കൊരാളൊരു പേയ്മെൻറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ QR കോഡ് പറഞ്ഞു കൊടുക്കുന്നു, അല്ലെങ്കിൽ ഫോൺ നമ്പർ പറഞ്ഞു കൊടുക്കുന്നു. അപ്പം ആ ഫോൺ നമ്പർ അല്ലെങ്കിൽ QR കോഡ് വെച്ച് പേയ്മെൻറ്റ് ചെയ്യുമ്പോൾ ആ വ്യക്തിയുടെ കോണ്ടാക്റ്റ് നമ്പർ, അതായത് മൊബൈൽ നമ്പർ സഹിതമാണ് നമുക്ക് മെസ്സേജായിട്ട് വരുന്നത്. അപ്പം നമുക്ക് ടെക്സ്റ്റ് മെസ്സേജ് വരുമ്പോഴും ഈ ഒരു നമ്പറിൽ നിന്ന്, ഈ ഒരു UPI IDയിൽ നിന്ന് നമുക്ക് പണം സ്വീകരിച്ചതായിട്ട് മെസ്സേജ് വരും. നമ്മുടെ ബാങ്ക് ട്രാൻസാക്ഷൻ എടുത്താലും നമുക്ക് ഇങ്ങനെ കാണാൻ സാധിക്കും. ഇല്ലെങ്കിൽ നമ്മൾ ഫോൺ പേ, ഗൂഗിൾ പേ, ആമസോൺ പേ ആപ്ലിക്കേഷൻ എടുത്താലും അതിനകത്തിൽ നമുക്ക് ട്രാൻസാക്ഷൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു നമ്പറിൽ നിന്ന് പണം വന്നതായിട്ട് നമുക്ക് അറിയാൻ സാധിക്കും. ഇനി മുതൽ ആ ഒരു സംഭവം മാറുകയാണ്. പ്രൈവസിയെ മുൻനിർത്തിയാണ് ഇങ്ങനൊരു സംഭവം സർക്കാർ കൊണ്ടുവരുന്നത്. സ്ത്രീകളുടെ സുരക്ഷയൊക്കെ മുൻനിർത്തി. അതായത് നമ്മളൊരു ചെറിയൊരു അറിയാത്തൊരു കടയിൽ ചെന്ന് പിന്നെ ഒരു സ്ത്രീ പിന്നെ നാരങ്ങ വെള്ളം കുടിച്ചു, പിന്നെ പണം അയച്ചു. അപ്പം ആ ഒരു നമ്പർ ആ കടക്കാരന് കിട്ടി. ആ കടക്കാരന് വേണമെങ്കിൽ ആ നമ്പർ തിരിച്ച് വിളിക്കാം. അങ്ങനെ ഒരുപാട് പിന്നെ അങ്ങനെ ഒരു സംഭവമൊക്കെ മിസ്യൂസ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് സർക്കാർ അത് മാറ്റം കൊണ്ടുവരാൻ പോവുകയാണ്. ഇനി മുതൽ നമ്മൾ ചെയ്യുമ്പോൾ, ഗൂഗിൾ പേ, ഫോൺ പേ ഒക്കെ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് നമ്മളുടെ ഫോൺ നമ്പർ ഫുള്ളായിട്ട് അവിടെ കിട്ടത്തില്ല. അതിന് പകരം നമ്മളുടെ ഫോൺ നമ്പറിൻ്റെ ലാസ്റ്റത്തെ 3 അക്കം അല്ലെങ്കിൽ 4 അക്കം ഇങ്ങനെയായിരിക്കും കാണാൻ സാധിക്കുക. ഇപ്പോൾ ഇത് കണ്ടോ, ഇതിപ്പോൾ നമ്മുടെ 5277 ലാസ്റ്റ് മൊബൈൽ നമ്പറുള്ള ഒരു വ്യക്തിയാണെങ്കിൽ ഇങ്ങനെയായിരിക്കും വരിക. ആദ്യം കുറേ വേറെ എന്തെങ്കിലും വരും. അതായത് ആമസോൺ പേ ആണെങ്കിൽ അവരുടെ എന്തെങ്കിലും കുറച്ച് IDയും കാര്യങ്ങളൊക്കെ വരും. വന്നതിന് ശേഷം ഇങ്ങനെ നമ്പർ വരും. അതുപോലെ ഇപ്പം പിന്നെ ഫോൺ പേ, Paytm, പിന്നെ നമ്മളുടെ BIM ആണ്. അപ്പം ഇങ്ങനെയാണ്. ഇനി നമ്മുടെ ഫോൺ നമ്പർ ആരും മനസ്സിലാക്കാതെ തന്നെ നമുക്ക് ട്രാൻസാക്ഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യാനായിട്ട് സാധിക്കും. ഈ ഒരു സംഭവമാണ് നമുക്ക് ഇനി മുതൽ വരാൻ പോകുന്നത്. ഇപ്പോൾ നിലവിൽ അത് ലഭ്യമായിട്ടില്ല. ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആപ്ലിക്കേഷനകത്തിൽ, അതായത് ആമസോൺ പേ, ഗൂഗിൾ പേ, ഫോൺ പേ UPI ആപ്ലിക്കേഷനകത്തിൽ നമുക്ക് കസ്റ്റം UPI ID, നമുക്ക് ഫോൺ നമ്പർ മാറ്റിക്കൊണ്ട് നമുക്ക് കസ്റ്റം UPI ID സെറ്റ് ചെയ്യാനായിട്ടുള്ളൊരു ഓപ്ഷൻ പുതിയതായിട്ട് വരുന്നതാണ്. അപ്പോൾ അത് വരുന്ന സമയത്ത് ഞാൻ വീഡിയോ രൂപത്തിൽ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. എന്തായാലും ഇനി മുതൽ സർക്കാർ കൊണ്ടുവന്ന ഈ ഒരു തീരുമാനം നല്ലൊരു തീരുമാനമാണ്. കാരണം നമുക്ക് നമ്മളുടെ ഫോൺ നമ്പർ സെക്യൂർ ആക്കി വെച്ചുകൊണ്ട് നമുക്ക് UPI ട്രാൻസാക്ഷൻ നമുക്ക് നടത്താനായിട്ട് സാധിക്കും. നിങ്ങളെല്ലാവരും UPI ട്രാൻസാക്ഷൻ നടത്തുന്നവരായിരിക്കും അല്ലേ? ആരും തന്നെ UPI ട്രാൻസാക്ഷൻ നടത്താത്തവരായിട്ട് കാണില്ല. എന്തായാലും നിങ്ങൾക്ക് ഇതിനെപ്പറ്റിയുള്ള അഭിപ്രായം കമൻറ്റായി അറിയിക്കുക. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ബൈ.